വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഫിഷ് തവ ഫ്രൈഡ് റെസിപ്പി കാണാം. മീൻ തവ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം അരപ്പ് റെഡിയാക്കാം. അരപ്പുണ്ടാക്കാനായിട്ട് ഒരു 4 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മുളക് പൊടി, അഞ്ച് ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നിറച്ച മഞ്ഞൾപ്പൊടി, ചെറിയൊരു കഷ്ണം പുളി, വാളംപുളിയാണ്, കുറച്ച് കറിവേപ്പില, മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ് 1.25 ടീസ്പൂൺ. ഇത്രയും ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമോ വിനീഗറോ ചേർത്ത് ഒന്നുകൂടെ അരയ്ക്കണം. ഇച്ചിരി സ്മൂത്ത് ആവാനായിട്ടുണ്ട്. നമ്മൾ പുളി ചേർത്തേക്കുന്നതുകൊണ്ട് ഞാൻ വിനീഗർ ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് അരയ്ക്കുക. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് അരച്ചത്. ഈ ഒരു തിക്നെസ്സിൽ കിട്ടി. നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഈ അരപ്പെന്ന് പറഞ്ഞാൽ നമുക്കൊരു 1/4 കിലോ മീനൊക്കെ പുരട്ടാനായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു 350-375 ഗ്രാംസ് ഫിഷാണ് എടുത്തേക്കുന്നത്, 350 ഗ്രാം മീനാണ് എടുത്തേക്കുന്നത്. അതിനുള്ള ക്വാണ്ടിറ്റി എടുക്കുക. ഈ ബാക്കിയുള്ള അരപ്പ് നമുക്ക് എപ്പോഴും ഫ്രീസ് ചെയ്യാം. ഒരു ചെറിയ ഡബ്ബയിലാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പം എടുക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് മോദയാണ്, ഉരുളമോദയാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡ് നന്നായിട്ട് പുരട്ടുക. ഇച്ചിരി തിക്കായിട്ട് കോട്ട് ചെയ്തിരിക്കണം, ആ രീതിയിൽ പുരട്ടുക. എരിവ് ഈ അരപ്പിന് നല്ല എരിവുണ്ട്. എരിവ് നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുറയ്ക്കാം. മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത് പിരിയ മുളക് പൊടിയാണ് 5 ടീസ്പൂൺ ഉപയോഗിച്ചത്. അതിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടീസ്പൂണിലൊക്കെ നിർത്താം. അരപ്പിച്ചിട്ട് ഇതേപോലെ നല്ലതായിട്ട് കൂട്ടഡായിട്ടിരിക്കണം. മീൻ ഇതേപോലെ അരപ്പ് തേച്ച് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. മീനാകുമ്പോൾ നമുക്ക് ഒത്തിരി നേരം ഒന്നും മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ധാരാളം മതി. മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് ചുമന്നുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ചെറിയൊരു പിടി ചുമന്നുള്ളി എടുത്ത് ഏകദേശം ഒരു 10 എണ്ണമൊക്കെ കാണും. ചതച്ചെടുക്കുക. ഇതേപോലെ ചതച്ചെടുത്തു. അടുത്തായിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തവയിൽ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്യുക.
എണ്ണ നന്നായിട്ട് ചൂടായി. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനിയും മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം തീ കുറച്ച് വെച്ചേക്കാണ്, മീഡിയം ഫ്ലെയിമിലാക്കി. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ചതച്ചത് ചേർക്കാം. കുറച്ച് കറിവേപ്പില, എണ്ണയും കൂടെ കുറച്ച് ഒഴിക്കാം. ടേൺ ചെയ്യാം. വീണ്ടും അടച്ചു വെച്ച് 2 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമ്മൾ 1 മിനിറ്റ് കുക്ക് ചെയ്തു. അതിനുശേഷം തുറന്നു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഈ ഒരു പരുവത്തിന് 2 മിനിറ്റ് കുക്ക് ചെയ്ത് എടുത്തു. ഓരോ സൈഡും 2 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തെടുത്തു. പരപ്പ് നല്ല കോട്ടഡാണ്, അധികം എണ്ണ നമ്മൾ യൂസ് ചെയ്തില്ല. ഈ അരപ്പിനാണ് അതിൻ്റെ രുചി. അപ്പം അത് കളയാതെ എടുക്കാം. ഇതേ രീതിയിൽ തവ ഫ്രൈ ഫിഷ് ചെയ്യുമ്പോൾ എപ്പോഴും കുക്കിംഗ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല പെർഫെക്റ്റ്ലി കുക്ക് ഫിഷ് കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ അതേ ടെമ്പറേച്ചറിൽ 2 മിനിറ്റ് വീതം 2 സൈഡും കുക്ക് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത ഫിഷ് കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാണ്. നല്ല ജ്യൂസി ആയിരിക്കും. ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.